വയനാട് ദുരന്തത്തിൽ സർക്കാർ ചെലവിട്ട തുകയുടെ കണക്കുകൾ പുറത്തുവിട്ടു. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ദുരിത മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ 3,359,000 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 2,76,00,000 രൂപയും ചെലവിട്ടെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു. വിവരങ്ങളും വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. നിലപാട് എന്താന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം. പാർട്ടി ആർക്കൊപ്പമാണ്, ജനങ്ങൾക്കൊപ്പമാണെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം. അത് അവരെ ഉപദ്രവിച്ചുകൊണ്ടായാലും വേണ്ടിയില്ല. ബാധിതരെക്കാൾ കൂടുതൽ കാശ് ചെലവിട്ടത് വളണ്ടിയർമാർക്ക് വേണ്ടിയാണെന്നാണ് ഈ കണക്കുകൾ തെളിയിക്കുന്നത്. വളരെ വില കുറച്ച് മുള വാങ്ങാൻ തൊടുപുഴയിൽ പോയി, മുള കിട്ടിയില്ല, ചെലവ് 1000. ഒരുപാട് പ്രതിസന്ധികൾ ഫേസ് ചെയ്യേണ്ടതുണ്ട്. പാർട്ടിയെ കൺവിൻസ് ചെയ്യിക്കണം, പ്രതിപക്ഷത്തിന്റെ വായടയ്ക്കണം, പൊതുജനങ്ങളെയും പേടിക്കണം. വളണ്ടിയർമാരുടെ ഗതാഗതത്തിന് മാത്രം 4 കോടി, ഭക്ഷണ ചെലവ് വളണ്ടിയർമാരുടെയും ട്രൂപ്പിന്റേതുമായിട്ട് 10 കോടി. എല്ലാ വഴക്കും ജനത്തിന് വേണ്ടിയാ, നമുക്ക് വേണ്ടി അല്ല. മുള വാങ്ങാൻ കോതമംഗലത്ത് പോയി, മുള കിട്ടിയില്ല, ചെലവ് 2000. കേരളത്തിലെ സഖാക്കളെ പറ്റിയൊക്കെ അറിയില്ലെന്ന് ചോദിക്കണോ? 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 2,76,00,000. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. മുള വാങ്ങാൻ ചെറുതോണിയിൽ പോയി, മുള കിട്ടിയില്ല, ചെലവ് 5000. കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു മൃതദേഹത്തിന് 75,000 രൂപ സംസ്കാര ചെലവ് മാത്രമായിട്ടുണ്ട് എന്നുള്ള കണക്കാണ് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇതിന്റെ പേരിൽ കള്ളക്കണക്ക് എഴുതി പഞ്ചായത്തിൽ നിന്ന് എത്രമാത്രം കമഴ്ത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രജകൾ കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഇല്ലോ, ഇവരാരും ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവുകാരായതുകൊണ്ട് വായിൽ എഴുതി കൂട്ടും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റായി നൽകിയ വകയിൽ ആകെ 2,98,00,000. അതായത് അതിനകത്ത് ഒരു 100 രൂപയുടെ ഒരു റെയിൻകോട്ട്, ഒരു കുട തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിനാണ് അത് വേറൊരു ആശ്വാസം. നിങ്ങൾ കട്ടോ, പക്ഷെ ഞാൻ കക്കുന്നില്ല എന്ന് പറഞ്ഞോണ്ട് കക്കരുത്. 2,98,00,000 രൂപ ചെലവാക്കിയിരിക്കുന്നത്. അന്തസ് വേണോടാ, അന്തസ്. നാട്ടുകാരും വെറും മണ്ടന്മാരല്ലടാ. പൈസക്ക് ടൈറ്റ് വരുമ്പോ നമുക്ക് ഇഷ്ടം പോലെ കത്തിക്കാം, പറ്റിക്കാം. പൊട്ടന്മാർക്ക് മനസ്സിലാവില്ലേ? ബെയിലി പാലം നിർമ്മിച്ചത് സൈന്യത്തിന്റെ സംവിധാനം ഉപയോഗിച്ചാണ്. പക്ഷെ അതിന് സംസ്ഥാന സർക്കാരിന് 1 കോടി രൂപ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? നിന്നൊക്കെ എനിക്ക് ഭയങ്കരം തന്നെ. 17 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 30 ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചെലവ് 7 കോടി രൂപയാണ്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ചവയിൽ 12 കോടി. അതാണ് ഇതിൽ ഏറ്റവും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്. ജനറേറ്ററിന് 7 കോടി രൂപ ചെലവായി. ഡ്രോൺ റഡാർ വാടകയ്ക്കെടുത്ത വകയിൽ 3 കോടി രൂപ. DNA പരിശോധനയ്ക്ക് 3 കോടി രൂപ. ജനങ്ങളുടെ തലവിധി. സഖാവ് കൃഷ്ണപിള്ളയും അഴുക്കോടനും AKDയും EMS ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ മുഴുവനും വെടിവെച്ച് കൊന്നിട്ട് അവര് വീണ്ടും ജയിലിൽ പോയെന്നാണ് പറയുന്നത്. ഇങ്ങനെ വലിയ കണക്കുകൾ ഒരുപക്ഷെ ഒറ്റ നോട്ടത്തിൽ ഇത്രയും ചെലവ് വരുമോ എന്ന് തോന്നാവുന്ന തരത്തിലുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. കേരളത്തിലെ ഒരു മന്ത്രിയെയും ഇന്ന് വരെ ജനങ്ങൾ തെരുവിലിട്ട് കൈകാര്യം ചെയ്തിട്ടില്ല. പേപ്പട്ടിയെ പോലെ തല്ലി ചതയ്ക്കപ്പെടാൻ അർഹതയുള്ള മന്ത്രിമാരില്ലാഞ്ഞിട്ടല്ല സർ, പക്ഷെ നമ്മുടെ ജനങ്ങൾക്ക് മന്ത്രിമാരെക്കാൾ അല്പം കൂടി വിവരം ഉണ്ടായിപ്പോയി, അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള ശേഷി നഷ്ടമായി. അതവർക്ക് തിരിച്ചു കിട്ടുന്നവരെങ്കിലും അങ്ങേ പോലുള്ളവർക്കും പോലീസിന്റെ അകമ്പടി ഇല്ലാതെ ഈ നാട്ടിൽ സഞ്ചരിക്കാം, ജീവഭയമില്ലാതെ. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.